Good morning. Good morning. സുഖാണോ? കുറച്ച് നാളായില്ലേ നമ്മളെ കണ്ടിട്ട്? സുഖാണല്ലോ. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CA60 ആണല്ലേ? സുഖാണ്. ഓക്കെ. ഓക്കെ. നമ്മളതിനകത്ത് നമ്മൾ റിസീവിങ് ഏരിയ, അതുപോലെ തന്നെ ക്ലീനിങ് ഏരിയ. എന്റെ മദറിൻലോയ്ക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ആള് മരിച്ചു, കഴിഞ്ഞ ആഴ്ച മരിച്ചു. അപ്പൊ അതിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് മിസ് വന്നു തുടങ്ങിയത്. ഓക്കെ. കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ചു. ആള് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. ആളുടെ എല്ലാ ഓർഗൻസും ഒക്കെ ഫെയിലിയർ ആയിരുന്നു. കിഡ്നി കംപ്ലൈന്റ്, അതുപോലെ സ്ട്രോക്ക്, ഹാർട്ട് ഫുൾ ബ്ലോക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. 2 മാസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അപ്പോ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ആള് മരിച്ചു. 7 കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു 7. അങ്ങനെ. ഓക്കെ. അതെ, 2 മാസം വല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു. ഓഫീസിൽ വരണം, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു 2 മാസം. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴൊരു സമാധാനം. പക്ഷെ ആള് നമുക്ക് നമ്മുടെ എന്താ വീട്ടിലുണ്ടായിരുന്ന ഒരാള് പോകുമ്പോ നമുക്കൊരു അല്ലെ, ആ സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോ ഒരു ഇതാണ്. നമുക്കൊരു എന്തോ ഒരു വീട്ടിലോട്ട് കയറാനും പോകാനൊന്നും തോന്നില്ല. നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ചിലപ്പോ അത് കുറച്ചു നാളെ ശരിയാവും. യെസ്, അതെ, നമ്മള് അതിനോട് അഡ്ജസ്റ്റ് ആവുമല്ലോ. അങ്ങനെ. ഓക്കെ. ക്ലീനിങ് ഏരിയ വരെയാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിഷൻ ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ. 32. ഏതായിരുന്നു? അൾട്രാസോണിക് വാഷർ ആയിരുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം, പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? റിസീവിംഗ് ഏരിയയിൽ ഐറ്റംസ് നമ്മൾ റിസീവ് ചെയ്തു, കൗണ്ട് ചെയ്തു. അതുപോലെ തന്നെ അറ്റം ഒടിഞ്ഞതോ അങ്ങനെ ഇനി മൂർച്ചയില്ലാത്തതോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അത് ഡിസ്പോസൽ ചെയ്ത് കളഞ്ഞു. പിന്നീട് ക്ലീനിങ് ഏരിയയിലോട്ട് കൊടുക്കും അല്ലെ, ട്രാൻസ്ഫർ ചെയ്യും. അവിടെ വെച്ചിട്ട് മാനുവലിയോ അല്ലെങ്കിൽ മെഷീനോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ആക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്തതിനു ശേഷം പാക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നോക്കാം പാക്കിംഗ് ഏരിയ. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പാക്കിംഗ് ഏരിയ നോക്കാം നമുക്ക്. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ so that they are not tainted while handling after they are sterilized. Most of the items are packed in tray which are covered with a double layer of cotton cloth. Paper envelopes are also available. ഇത്രയും വരെ നമുക്ക് നോക്കാം. എന്താന്ന് നോക്കാം. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈ അല്ലെ, ഉണക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എന്താണ്? സ്റ്റെറിലൈസേഷന് മുൻപ് പാക്ക് ചെയ്യണം. എന്താണ് സ്റ്റെറിലൈസേഷന് മുൻപ് പാക്ക് ചെയ്യണം എന്ന് പറയുന്നത്? അതിന്റെ കാരണം എന്തായിരിക്കാം? സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ നമ്മുടെ കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാല് കയ്യിലെ അണുക്കള് ആ ഇൻസ്ട്രുമെന്റിലോട്ട് ആകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് ആ ഇൻസ്ട്രുമെന്റിലോട്ട് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിലോട്ട് ആവാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അത് മറ്റ് പേഷ്യൻസിന് യൂസ് ചെയ്യുമ്പോൾ
എന്താണ് അത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ പാക്ക് ചെയ്യണം, അതിനുശേഷം മാത്രമായിരിക്കണം സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട്. രണ്ട് രീതിയിൽ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷനും അതുപോലെ തന്നെ ഇടിയോ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നോക്കാം. മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേ which are covered with a double layer of cotton cloth. Paper envelopes are also available. Effective but costly plastic bag are used for ETO sterilization. Sealing machine is used. അപ്പോ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ നമ്മള് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോട്ടൺ ക്ലോത്തുകള് ഡബിൾ ലെയറിൽ കവർ ചെയ്യും. അതുപോലെ തന്നെ പേപ്പർ എൻവലപ്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ കോട്ടൺ ക്ലോത്തുകള് ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ട് അങ്ങനെയും അതുപോലെ തന്നെ പേപ്പർ എൻവലപ്സും യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതെന്താണ്? വളരെ ഇഫക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, effective but costly plastic bag are used ETO sterilization. ETO sterilization നമ്മൾ അവിടെ പഠിക്കും കേട്ടോ. ETO എന്ന് പറഞ്ഞാല് എത്തലിൻ ഓക്സൈഡ് മിഷൻ ആണ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നമ്മൾ അവിടെ കണ്ടില്ലേ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അത് വളരെ ഇഫക്റ്റീവ് ആണ്. ബട്ട് എന്താണ്, പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് അത് കവർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആകുമ്പോൾ കോട്ടൺ ക്ലോത്തുകൾ ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ട് പേപ്പർ എൻവലപ്സും യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇത്രയൊന്ന് മനസ്സിലാക്കാം. പിന്നെന്താണ്, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് the instruments are transferred to sterilization. പാക്കിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ടു സ്റ്റെറിലൈസേഷൻ ഏരിയയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോക്കാം സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് ദ ടു മെത്തേഡ്സ് ഇൻ CSSD. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഓട്ടോക്ലേവ്സ് വെച്ചിട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി എന്താണ് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്നുള്ളത് നോക്കാം. സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് പ്രൊഡക്ട്സ് സ്റ്റീം ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് 121 degrees centigrade under 15 pounds of pressure. In this process 20 minutes is needed to sterilize. ഇവിടെ പറയുന്നത് ഭൂരിഭാഗവും എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. സ്റ്റീം വെച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ എങ്ങനെയാ ചെയ്യുന്നത്? 121 സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ, സെന്റിഗ്രേഡിലെ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ടും 15 പോൺസ് ഓഫ് പ്രഷർ. പോൺസ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാല് ഈ യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റ് കേട്ടോ, അതാണ് പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 15 പോൺസ് ഓഫ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ടും 121 സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ടുമാണ് അത്രയും കൊടുത്തുകൊണ്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? പ്രോസസ് ഈസ് കംപ്ലീറ്റ് അല്ലെ, എന്താണ് പ്രോസസ് 20 മിനിറ്റ്സോളം ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം. 121 സെന്റിഗ്രേഡ് അതുപോലെ തന്നെ ആ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ടും 15 പോൺസ് ഓഫ് പ്രഷർ കൊടുത്തുകൊണ്ടുമാണ് ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? 20 മിനിറ്റ്സിന് ശേഷം. 20 മിനിറ്റ്സ് വരെയാണ് അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് എത്തലിൻ ഓക്സൈഡ് മിഷൻ, ETO. ETOന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ETO എത്തലിൻ ഓക്സൈഡ് മിഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കാം.
സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീൻ ചോദിക്കാറുണ്ട്, ഓട്ടോക്ലേവ്. നോക്കാം ഈ TO സ്റ്റെറിലൈസേഷൻ അല്ലെ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. This method is primarily used for heat responsive and moisturized responsive materials like cardiac catheter, plastic items and endoscopies. അപ്പൊ ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്, പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാവാം ഇവ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എന്തുകൊണ്ടായിരിക്കാം സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്? ഉരുകിപ്പോവും അല്ലെ, ചൂട് വളരെ അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉരുകിപ്പോവാൻ അല്ലെ, പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്, അതുകൊണ്ട് ഉരുകിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മിഷൻ. നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, വളരെ ഇഫക്റ്റീവ് ആണ്, പക്ഷെ എന്താണ് കോസ്റ്റ്ലി ആണ് അല്ലെ. പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് ഇത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആണ് ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കോസ്റ്റ്ലി മിഷൻ ആണ് ആൻഡ് യൂസ് പോയിസണസ് ഗ്യാസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഐറ്റം are to be free of gas molecules before using them on the patient. ഇവിടെ പറയുന്നത് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത് പേഷ്യൻസിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്കുലേഴ്സിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ടൈം എന്ന് പറയുന്നത് എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്. The entire cycle may take up to 8 to 12 hours. അത്രയും അവേഴ്സ് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് മാത്രമാണ് ഐറ്റംസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 to 12 hours ആണ്. ഓക്കെ, ആ ടൈമും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പി എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. TO ഇതിലും ഓക്സൈഡ് മിഷൻ അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇതിന്റെ ഒക്കെ പിക്ചർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പിക്ചേഴ്സ് ഒന്നും വന്ന് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നോക്കാം, ഫ്ലാഷ് സ്റ്റെറിലൈസർ നോക്കാം. The machine is largely used in OT. OT എന്താ? OTയുടെ ഫുൾ ഫോം എന്താ? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഫോർ എമർജൻസി പർപ്പസസ്. അപ്പൊ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതാണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് that has a very short sterilization cycle of about 3-4 minutes, owing to its ability to raise the temperature to 132 degree centigrade. അപ്പോ 132 ഡിഗ്രി സെന്റിഗ്രേഡില് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് നമുക്കത് അങ്ങനെ കൂട്ടിയിട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെഷീൻ ആണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ടൈം എന്ന് പറയുന്നത് 3-4 minutes ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇപ്പൊ ഒരാൾക്ക് യൂസ് ചെയ്തത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ യൂസ് ചെയ്തത് തന്നെ ചിലപ്പോ ആ ടൈമിൽ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് CSD പോയിട്ട് അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ തന്നെ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ ഫ്ലാഷ് സ്റ്റെറിലൈസർ, ഇതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐറ്റംസുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്ത് അപ്പോ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, 3 കാര്യങ്ങളാണ്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, അതിന്റെ 3 കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കി, പിക്ചേഴ്സ് നോക്കാം.
ഒന്ന് പറഞ്ഞു കൊടുത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നോക്കിയാലോ? വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ഏരിയ. ഫിഫ്ത് വൺ ആണ് സ്റ്റോറേജ് ഏരിയ. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are professionally stocked in the cleaned rack from where they are issued to the user department. അപ്പോ സ്റ്റെറിലൈസേഷന് ശേഷം ഐറ്റംസ് നമ്മള് താൽക്കാലികമായിട്ട്, പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ക്ലീൻഡ് റാക്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ അവിടെ ഒരു പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO is the principle to follow in the replacement of the sterilization in keeping demand of the department. Okay. അപ്പൊ എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ഓക്കെ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഐറ്റംസ് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, ആ ഐറ്റംസ് ഫസ്റ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണോ, ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് ഏതാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ്
ഐറ്റംസ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. അവിടേക്ക് CSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യം ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ കൊണ്ടുവരുന്നത് ഐറ്റംസ് ഫസ്റ്റ് അവർ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ ആ പ്രിൻസിപ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏത് പ്രിൻസിപ്പിൾ ആണ് സ്റ്റോറേജ് ഏരിയയില് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ ഉണ്ടാവണം, കറക്റ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി എന്താണ് ലാസ്റ്റ് ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. It should be away from the aseptic area and must have a window in the counter. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റിസീവിംഗ് ഏരിയക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയക്കും ഒരു കൗണ്ടർ ഉണ്ടാവും. അതിലൂടെയാണ് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതും അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയക്ക് എന്തുണ്ട്, ഒരു വിൻഡോ ഉണ്ട്. അതിലൂടെയാണ് അവര് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഐറ്റംസ് കൊടുക്കുന്നത്. The modern hospital, there may be a different lift, okay, and elevators for the shifting the sterilization material to the user department. അപ്പോ in a multi-specialty hospital, modern hospital ഒക്കെ എന്തുണ്ടെന്നാ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഐറ്റംസുകൾക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള എലിവേറ്റേഴ്സ്, ലിഫ്റ്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റിലൂടെയാണ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത്രയും ഉള്ളൂ ആ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പിള് പഠിച്ചു വെക്കുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. നമ്മൾ എന്ത് നോക്കുമ്പോഴും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ പല ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് CSSD നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്, 3 രീതിയിലാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, എന്ത് വെച്ചിട്ടായിരിക്കാം മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, എന്ത് വെച്ചിട്ടായിരിക്കാം? മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം, മെഷീൻസ് വെച്ചിട്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നോക്കാം. ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദി സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, മെഷീൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഒരു ഓട്ടോക്ലേവ് എടുക്കാം. ഓട്ടോക്ലേവ് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ എടുത്താൽ മതി. ഇപ്പൊ ഓട്ടോക്ലേവ് മെഷീൻ എടുക്കാം. അതിന്റെ അവിടെ നമ്മൾ ഒരു മെഷീൻ ഘടിപ്പിക്കും. ആ മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മൾ ഓട്ടോക്ലേവില് എങ്ങനെയാണ് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. ആ റെക്കോർഡിങ് അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞ ടൈം 20 മിനിറ്റ്സ് ആണ്, ടെമ്പറേച്ചർ 121 ആണ്, പ്രഷർ 15 എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കുന്നത്. അപ്പൊ അതിനോടുകൂടി ആ ഓട്ടോക്ലേവിനോട് കൂടി തന്നെ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണ്. അപ്പോ ഈ എന്താണ് 20 മിനിറ്റ്സ് ആണ് ഓട്ടോക്ലേവിന്റെ റെക്കോർഡിംഗ് ടൈം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു 18 മിനിറ്റിനുള്ളിൽ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുകയാണെങ്കിൽ ആ മെഷീൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഓട്ടോക്ലേവ് മെഷീൻ 20 മിനിറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് 20 മിനിറ്റ്സിനുള്ളിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് നല്ല ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അതിന്റെ കുറവ് ഒരു 18 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയി, അതിന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഈ മെഷീൻ വെച്ച് 20 മിനിറ്റ്സ് ആണ് അതിന്റെ ഓക്കെ 20 മിനിറ്റ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയോ, പ്രോസസ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത്. മെഷീനൊരു കുഴപ്പമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മെഷീൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങള്, ഇവിടെ കെമിക്കൽ എന്ന് കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് എന്താണെന്നറിയോ? ഈ പിക്ചർ എന്താണെന്നറിയോ? കെമിക്കൽ എന്ന് കൊടുത്തിട്ട് ആരോ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? എന്താണത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
കണ്ടു അല്ലെ? ഇല്ല, മനസ്സിലായില്ലല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react to physical conditions inside the sterilization chamber. This confirms that an autoclave or steam sterilizer is working. There are many types of chemical indicators such as Bovie test pack and chemical indicator strips. ഇവിടെ പറയുന്നത് കെമിക്കൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കെമിക്കലിന് കൊടുത്തിട്ട് ഒരു ആരോ മാർക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണിത്? സ്ട്രിപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്ട്രിപ്സ്. ഓക്കെ, സ്ട്രിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഓക്കെ, ആ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അതിന്റെ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ചേംബറിലാണ് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്ത് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് വെക്കുന്നത്. അങ്ങനെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ ആ ഐറ്റത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രിപ്സ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള സ്ട്രിപ്സ് ഇല്ലേ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒട്ടിച്ചു വെക്കും, ലാബിൽ ചെയ്ത് വെക്കും, ഒട്ടിച്ചു വെക്കും. ആ ഐറ്റത്തിന്റെ കൂടെ ഈ സ്ട്രിപ്സും എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? എന്താണ് ഇവിടെ വർക്കിംഗ് വരെ ഉള്ളൂ അല്ലെ. ബാക്കി ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. ബാക്കി രണ്ടും എക്സാമ്പിൾ പോലെയാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഞാൻ എഴുതിയെടുക്കാൻ സമയം തരാം കേട്ടോ. മിസ് പറയുന്നത് കേൾക്കാം, എഴുതിയെടുക്കാൻ സമയം തരാം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. നമ്മള് എന്താ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ ചേംബറിൽ ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെക്കുമ്പോൾ അതിന്റെ കൂടെ സ്ട്രിപ്സും കൂടി ലാബിൽ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് വെക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെമ്പറേച്ചർ 121, അതുപോലെ തന്നെ 15 പൗണ്ട്സ്, അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാവും അല്ലെ. ടെമ്പറേച്ചർ ഇതൊക്കെ നോക്കുമ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ അത് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസ് എടുക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ഐറ്റംസ് ആ ചേംബറിൽ നിന്ന് എടുക്കുമ്പോൾ ഈ സ്ട്രിപ്സില് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നുണ്ടെങ്കിൽ, കളർ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്ട്രിപ്സിൽ എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ കളർ ചേഞ്ച് വന്നിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു, മിഷൻ സക്സസ്ഫുൾ ആയിട്ടാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതെ അതെ, സ്ട്രിപ്സ്. അപ്പോ there are many types of chemical indicators എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഒരു എക്സാമ്പിൾ പോലെയാണ് സ്ട്രിപ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ കണ്ട ആ സ്ട്രിപ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ബോവി ഡിക്ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ആണ്. അതുകൊണ്ട് ഒന്ന് എഴുതിയെടുക്കാൻ മതി കേട്ടോ നിങ്ങള്. അതൊരു പാക്കറ്റ് ആണ്. അതിന്റെ ഒരു ഫ്രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഒരു കുത്ത് പോലെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാക്കറ്റ് മാത്രം വെച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചേംബറിൽ സ്റ്റെറിലൈസേഷൻ വെക്കുന്നത്. അപ്പോ അങ്ങനെ വെക്കുമ്പോൾ മിഷൻ സക്സസ്ഫുൾ ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനായിട്ടാണ്. ഈ പാക്കറ്റില് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഈ പാക്കറ്റില് ഞാൻ പറഞ്ഞു കുത്തുകൾ ഉണ്ടാവും. ആ കുത്തിൽ എന്തെങ്കിലും നിറവ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ആ മിഷൻ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ അതിനകത്ത്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബോവി ഡിക്ടെസ്റ്റ് പാക്കും കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സും.
ഇതെടുത്തു കഴിഞ്ഞാല് കമന്റ് ഇടാട്ടോ. വായിച്ചു നോക്കാം. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്ന, നമ്മുടെ സ്ക്രീനിൽ തെറ്റുണ്ട്. കറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി they are living creatures such as micro organisms. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. They used to confirm the sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process, etc. നിങ്ങൾ ഇവിടെ കണ്ടോ എന്താണ് ബയോളജിക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആരോ മാർക്ക് പോയിരിക്കുന്നത് അല്ലെ. 3 ചെറിയ ബോട്ടിൽ പോലെ ഇരിക്കുന്ന അല്ലെ ബോട്ടിൽസ് കാണാം അല്ലെ അവിടെ. ഈ ബോട്ടിൽസിനെ പറയുന്നത് ആംപ്യൂൾസ് എന്നാണ് കേട്ടോ. ആംപ്യൂൾ. ഓക്കെ, ആംപ്യൂൾ. AMPULSE. ആംപ്യൂൾസ്. ആംപ്യൂൾസ് എന്നാണ് ബോട്ടിലിനെ പറയുന്നത്. AMPULSE. നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അവിടെ ലേബിൾ ഒട്ടിച്ച് സ്ട്രിപ്സ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആംബ്യൂൾസ്, സ്ട്രിപ്സിന് പകരം ഈ ആംബ്യൂൾസ് ആണ് അവിടെ വെക്കുന്നത്. ഓക്കെ, അങ്ങനെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അത് നമ്മള് മിഷനില് നമ്മള് അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോ ഈ ആംബ്യൂൾസിൽ എന്തെങ്കിലും നിർവ്യത്യാസം വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, മിഷൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ അതുപോലെ തന്നെ എന്താ പ്രഷറൊക്കെ കൊടുത്തുകൊണ്ട് നമ്മള് ഈ ആംബ്യൂൾസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ്, അത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അതിന്റെ ഉള്ളില്, ബോട്ടിലിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അങ്ങനെ റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോ ഈ ആംബ്യൂൾസിനുള്ളില് എന്താണ് ഈ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിഷൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് എന്താണ്, CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 4 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി CSD issue counter in exchange for used one at any time. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ഈ നമ്മള് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നമ്മള് ഈ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാല്
അവരോട് നമ്മൾ പറയും അല്ലെ, ആ പാകമായില്ലെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വന്ന് മാറ്റി തരണം എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സൈസ് കറക്റ്റ് അല്ല അവർക്ക്, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ മാറ്റി കൊടുക്കും അല്ലെ? ഒരു എക്സ്ചേഞ്ച് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് ആണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ റിസീവ് ചെയ്യുന്നു, CSVയിൽ റിസീവ് ചെയ്തെടുക്കുന്നു അവര്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അണുവിമുക്തമാക്കിയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ്, ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ എന്താണ്? കൊണ്ടുവരുന്നു, എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റി ഐറ്റംസ് കൊണ്ടുവരുന്നു വെക്കുന്നു, പിന്നീട് ക്ലീൻ ആക്കിയിട്ടുള്ള ഐറ്റംസ് അവർക്ക് കൊടുത്തു വിടുന്നു. ക്ലിയർ ആയോ? അതാണ് ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? റിക്വസിഷൻ സിസ്റ്റം. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ എ ഡെയിലി or a regular basis and gathered by them at the CSV counter. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യത്തിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർ ബേസിസിലോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിലോ CSVയുടെ കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനെയാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങളനുസരിച്ച് ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ CSVയുടെ കൗണ്ടറിൽ നിന്ന് ഐറ്റംസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് റിക്വസിഷൻ സിസ്റ്റം. ഓക്കെ, ആ ഡെയിലി ഓർ റെഗുലർ ബേസിസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലെയിം ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് എന്നുള്ളത് എക്സ്ചേഞ്ച് എന്നുള്ള വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. ആ ലൈൻ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ കാണാറുണ്ട് മിസ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കാം. എക്സ്ചേഞ്ച് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി ഒരു റെഗുലർ ബേസിസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് റിക്വസിഷൻ സിസ്റ്റം ആണ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങളനുസരിച്ച് ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ CSVയുടെ കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ ദ സ്പെസിഫിക് പീരീഡ് ഫോർ delivered at suitable intervals regardless of whether the content have been used or not. എന്താ പറയുന്നത്? ഗ്രോസറി സിസ്റ്റം എന്ന് പറയുമ്പോ, ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെല്ലാവരും പലചരക്ക് വാങ്ങുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മുടെ വീട്ടിലേക്ക് ഇല്ലേ ഗ്രോസറി ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാറുണ്ട്, ആണോ? ആണ്. സ്റ്റേഷനറി സാധനങ്ങൾ അല്ലെ, പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലേക്ക് ഇപ്പോ എന്താ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വീട്ടില് നമ്മൾ ലിസ്റ്റ് ഇടും അല്ലെ, ഓരോ ഐറ്റംസ് നോക്കിയിട്ട് വെളിച്ചെണ്ണ 3 കിലോ, അരി 10 കിലോ, അതുപോലെ തന്നെ പഞ്ചസാര 5 കിലോ, 3 കിലോ, ഗോതമ്പ് പൊടി അല്ലെ, അങ്ങനെ നമ്മള് ലിസ്റ്റ് ഇട്ട് വെക്കും അല്ലെ, ഇത്ര കിലോ വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ വീട്ടിലൊക്കെ ആരും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രായമായവരോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആ ലിസ്റ്റ് എത്തിച്ചാൽ മതി. അവരെന്ത് ചെയ്യും? ആ സാധനങ്ങള് നമ്മൾ ലിസ്റ്റ് നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് ചിലപ്പോ വീട്ടിലേക്ക് ഓൺലൈൻ ഓർഡർ അല്ലെ, അല്ലെങ്കിൽ എന്താണ് വീട്ടിലേക്ക് എത്തിച്ച് തരാറുണ്ട് ഇല്ലേ? എന്നിട്ട് അവര് ചോദിക്കാറുണ്ടോ, കഴിഞ്ഞ മാസം ഞങ്ങൾ തന്ന സാധനങ്ങള് തീർന്നോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ടോ അവര്? ഉണ്ടോ? ഇല്ല. അവർക്ക് എന്താണ്? സാധനം അവരുടെ കടയിൽ നിന്ന് പോകണം അല്ലെ, അവർക്ക് പൈസ കിട്ടണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റ ഇതിലാണ് അവർ പോകുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസേഷൻ ചെയ്ത്
ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതിനു മുൻപ് എന്താണ് ഐറ്റംസ്, ഇതിനു മുൻപ് തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്നവര് നോക്കാറില്ല. ഓക്കെ, ഇതിനു മുൻപ് കൊടുത്തിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നവര് നോക്കാറില്ല. എന്ത് ചെയ്യുന്നുണ്ട്? ആ ലിസ്റ്റ് പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ലിസ്റ്റ് പ്രകാരം അവർക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, 3 സിസ്റ്റംസ് നോക്കിയോ? ക്ലീൻ ഫോർ ഡേറ്റ് എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ ഗ്രോസറി സിസ്റ്റം? ഓക്കെ, നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. Pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSD through frequent deliveries. ഇവിടെ പറയുന്നത് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മള് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത് ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന ആളുകൾ അല്ലെ. ഓക്കെ, ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത് ഡെലിവറി സ്റ്റാഫുകളെ, അവരെയാണ് ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വന്റ് മീൻസ് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വന്റ് എന്താണ്? തുടർച്ചയായ അല്ലെങ്കിൽ എന്താണ്? പതിവായ അല്ലെ, പതിവായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, പതിവായിട്ട്. ഓക്കെ, അപ്പോ ക്വാട്ട സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സ്റ്റോക്ക്, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത്, അത് ഏതൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോറേജിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അവരിൽ നിന്നും നോക്കിയിട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അവരുടെ കയ്യിലുള്ളത് ഏതാണോ, ഇനി എത്രണ്ണം സ്റ്റോറേജിൽ ഇരിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ലേബർ റൂമിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എത്രണ്ണം ആവശ്യമായിട്ട് വരുന്നുണ്ട്, അവരുടെ കയ്യിൽ എത്രണ്ണം ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ഇട്ട് അങ്ങനെ ക്രമീകരിച്ചു കൊടുക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മുൻകൂട്ടി ക്രമീകരിച്ച അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി പേഴ്സണൽസ്, ഡെലിവറി സ്റ്റാഫുകൾ വഴി അവര് മുഖേന ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും പതിവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ഡെലിവറി പേഴ്സണൽസ് വഴി പതിവായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി ലിസ്റ്റ് ഇട്ട് അങ്ങനെയുള്ള ക്രമീകരിച്ച സ്റ്റോക്കുകള് ഡെലിവറി പേഴ്സണൽസ് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലീൻ ഫോർ ഡേറ്റ് എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ക്വാട്ട സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം. വായിച്ചു നോക്കിയേ 4 കാര്യങ്ങളും.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി മെഷർ അല്ലെ, അല്ലെങ്കിൽ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങള്, ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീ, അവരുടെ തൊഴിൽ പരിശീലനം കറക്റ്റ് ആയിട്ട് അവരെ ഓവർസീ ചെയ്യാം. റിട്ടൺ പോളിസീസ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ദ ഓൾ പേഴ്സൺസ് റെസ്പോൺസിബിൾ. അവര് എന്താണ് CSD ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, പോളിസീസും പ്രൊസീജിയേഴ്സും അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഐറ്റംസ് ആൻഡ് ഹാൻഡ്ലിംഗ് സ്റ്റെറിലൈസ്ഡ് സപ്ലൈസ്, കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ടോ, സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ട് അവർ അക്കൗണ്ടബിൾ ആയിട്ട് റെസ്പോൺസിബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. If strictly cannot be attained or maintained, the system has failed. എന്താണ് കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നില്ല, ഓരോ ഐറ്റംസും ചെയ്യുന്നില്ല എങ്കിൽ ഈ സിസ്റ്റം വെരി എന്താണ് ഫെയിൽഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നോക്കിയേ, കണ്ടാമിനേറ്റിംഗ് ടെർമിനലി സ്റ്റെറിലൈസേഷൻ ആൻഡ് ക്ലീനിങ് or reusable items or disposable items. നമ്മൾ കളഞ്ഞിട്ടുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് നമുക്ക് റീയൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ ഐറ്റംസുകൾ. ഏതൊക്കെ ഐറ്റംസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെയാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ക്ലോത്തുകള്, പിന്നെന്താ, ഇനി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് റീയൂസബിൾ ആയിട്ട് അല്ലെ, റീയൂസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് എന്താണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ക്ലീൻ ഒക്കെ ചെയ്ത് ഡീകണ്ടാമിനേഷൻ ഒക്കെ വരുത്തിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിന്റെ കാര്യങ്ങൾ നോക്കാം. അതുപോലെ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്, കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നുണ്ടോ, ലേബിൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റെറിലൈസർ, സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ നമ്മൾ വെക്കുന്നുണ്ട് അല്ലെ, ലോഡ് ചെയ്ത ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അൺലോഡിംഗ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം എന്താണ് അതിൽ നിന്ന് ആ ചേമ്പറിൽ നിന്ന് എടുക്കുന്നത്, അതിനെയാണ് അൺലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ, ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈം ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അത് അതിന്റെ ഓപ്പറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, സിസ്റ്റം നല്ല ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇനി എന്താ, ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിള്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രഷർ, ടൈം, അതുപോലെ തന്നെ എന്താ ഈ ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ, അതുപോലെ തന്നെ ഈ സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ നടപടിക്രമങ്ങളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളും കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്, അതിന്റെ ആ സ്റ്റെറൈൽ ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹാൻഡ്ലിംഗ് സ്റ്റെറിലൈസ് ഐറ്റംസ് റെഡി ഫോർ യൂസ്, കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടും റെഡി ഫോർ യൂസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്, എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസുകൾ സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ആ ഏരിയയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വീണ്ടും മലിനമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആര് ശ്രദ്ധിക്കേണ്ടതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ നോക്കേണ്ട, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഈ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. Okay, thank you.